الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم واصنع الفلك بأعيننا ووحينا ولا تخاطبني في الذين ظلموا إنهم مغرقون صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പുലർത്തണമെന്ന്, ജീവിതത്തിൽ അവ പാലിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായ ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പുതിയ കാലത്തെ പ്രളയത്തെയും പേടകത്തെയും സംബന്ധിച്ചുള്ള ചില വർത്തമാനങ്ങൾ നമ്മളിവിടെ പറഞ്ഞു വരികയാണ്. അതിനിടയിൽ കഴിഞ്ഞ ഖുതുബയിൽ ഗസയിലെ വംശീയമായ ഉന്മൂലന ശ്രമങ്ങളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി അതോട് ചേർത്തുകൊണ്ട് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഗസയിലെ സയനിസ്റ്റ് വംശീയതയെയും വംശഹത്യയെയും സംബന്ധിച്ച് പറയുമ്പോൾ അതിനെ നമ്മൾ നാശത്തിൻ്റെ ഒരു തരംഗമായിട്ട്, ഒരു വേവ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയിട്ട് മാത്രമല്ല കാണേണ്ടത്, മറിച്ച് അതൊരു ദർപ്പണമാണ്. റിഫ്ലക്റ്റിംഗ് എ ഗ്ലോബൽ ഡെലൂഷ്. ഈ ലോകത്തെ മുഴുവൻ മുക്കിക്കളയാൻ പോകുന്ന ഒരു വലിയ പ്രളയത്തിൻ്റെ നാന്തി. നമ്മളതിനെ ഭയപ്പെടണം. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു മഹാപ്രളയം സംഭവിക്കുമ്പോൾ ഒരാർക്ക് ഒരു പേടകം നിർബന്ധമായും പണി കഴിപ്പിക്കപ്പെടും. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സുന്നത്ത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് പ്രളയത്തെ അതിജീവിക്കുന്ന ഒരു പേടകം അദ്ദേഹം ഉണ്ടാക്കിയതുപോലെ തന്നെ, ഉണ്ടാക്കിയെന്നല്ല, അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുന്നത് വസ്നഇൽ ഫുൽക്ക്, നീ ഒരു പേടകം ഉണ്ടാക്കുക, ഒരാർക്ക് നിർമ്മിക്കുക, ബി അയുനിന വ വഹീന, എൻ്റെ മേൽനോട്ടത്തിലും വഹി അനുസരിച്ചും, അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിങ്കൽ നിന്ന് വഹിയായിട്ട് ലഭിക്കുന്ന പാടവവും സിദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് നീ നിർമ്മിച്ചുകൊള്ളുക എന്നാണ് പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോഴങ്ങനെ വരുമ്പോൾ ഏതൊരു നാശത്തെ തുടർന്നും സത്യത്തിൽ ചരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ശേഷിക്കും. പിന്നെ ലോകം അവരുടേതായിത്തീരും, അവരതുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പേടകത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയാണ് ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത്.
അതോടൊപ്പം അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന. എന്നാൽ അതിലുപരിയായിട്ട് അത് കണ്ടെത്താനുള്ള ശ്രമം, അത് വളരെ പ്രധാനമാണ്. അത് കണ്ടെത്തുവാനുള്ള നമ്മുടെ പരിശ്രമം, നമ്മളായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ, അതിൽ നമുക്ക് രക്ഷപ്പെടാനും സാധിക്കുകയുള്ളൂ. ഇതിനൊക്കെ ആലങ്കാരികമായിട്ടാണ് നമ്മൾ സമീപിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ രൂപപ്പെടാൻ പോകുന്നത് ഒരുപക്ഷെ തടി കൊണ്ടോ മറ്റു മെറ്റീരിയൽ കൊണ്ടോ ഉള്ള ഒരു കപ്പലായിക്കൊള്ളണമെന്നില്ല. അതൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആവാം, ഒരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ആവാം. എന്തൊക്കെയായാലും ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും ഭീകരമായ നരമേധത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുമ്പോഴും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ആധുനിക കാലത്തെ മഹാപണ്ഡിതനായ ചിന്തകനായ ഇമാം മുഹമ്മദ് അബ്ദുഹുവിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന, അദ്ദേഹം അങ്ങനെ എഴുതിയതായിട്ട് നമ്മൾ എവിടെയും വായിച്ചിട്ടില്ല, എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ യൂറോപ്പിൽ മുഴുവൻ സഞ്ചരിച്ചു, അവിടെ മുസ്ലിങ്ങളെ ഞാൻ കണ്ടില്ല, പക്ഷെ അവിടെ പലയിടത്തും ഇസ്ലാം ഉണ്ടായിരുന്നു. ഏറിയോ കുറഞ്ഞോ അളവിലുള്ള ഇസ്ലാം അവിടെ ഉണ്ടായിരുന്നു. അറബ് ഉപഭൂഖണ്ഡം മുഴുവൻ ഞാൻ സഞ്ചരിച്ചു, ധാരാളം മുസ്ലിങ്ങളെ കണ്ടു, പക്ഷെ എവിടെയും ഇസ്ലാമിനെ കണ്ടില്ല എന്ന് പറഞ്ഞതുപോലെ ആ ഒരു പ്രസ്താവനയെ സാർത്ഥകമാക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു അന്തരീക്ഷം ഇക്കാലത്ത് രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, യൂറോപ്പിലും മറ്റുമൊക്കെ വലതുപക്ഷ വംശീയതയും നിയോ നാസി സമാനമായിട്ടുള്ള മൂവ്മെന്റുകളും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ഭരണത്തിൽ തന്നെ അത്തരം കാഴ്ചപ്പാടുള്ളവരാണ്. എന്നാൽ പോലും ശബ്ദിക്കുന്നവർ ഉറക്കെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വലിയൊരു സംഗതിയാണ്. ശബ്ദിക്കുന്നവർ ഉറക്കെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു, ജനാധിപത്യത്തിന്റെ എല്ലാ സാധ്യതകളും പഴുതുകളും ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറ്റലിയും ഇപ്പോൾ ഭരിക്കുന്നത് വലതുപക്ഷ ശക്തികൾ തന്നെയാണ്. അതേസമയം അവരുടെ പാർലമെന്റിൽ ശബ്ദമുയരുന്നു, അവരുടെ തെരുവുകൾ പ്രക്ഷുബ്ധമാകുന്നു. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. നേരെ തിരിച്ച് മുസ്ലിം ലോകത്തേക്ക് നമ്മൾ വന്നാൽ അതിലേറ്റവും പ്രധാനം അറേബ്യൻ പെനിൻസുല അല്ലെങ്കിൽ ജസീറത്തുൽ അറബ് എന്ന് പറയപ്പെടുന്ന സ്ഥലം തന്നെയാണല്ലോ. അവിടെ ജനാധിപത്യമില്ല, അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഭരിക്കുന്നവർക്ക് ഒരാർജവമുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, മുകളിൽ മരുഭൂമിയാണെങ്കിലും മണ്ണിനടിയിൽ വലിയ നിധി അവർക്കായിട്ട് പടച്ചതമ്പുരാൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതവർ കണ്ടെത്തുകയും ചെയ്തു. അതുപയോഗിച്ചിട്ട് അവർ വലിയ സമ്പന്നരായി തീരുകയും ചെയ്തു. സാമാന്യം നല്ല അംഗസംഖ്യയുള്ള ഒരു ജനതയാണ്. ഒരുമിച്ച് നിന്നാൽ അവരെ തോൽപ്പിക്കാൻ ഒരുപക്ഷെ മറ്റാർക്കും പറ്റില്ല. അതിനു മാത്രം സമ്പത്തുണ്ട്. പക്ഷെ പല്ലട കുത്തിയിട്ട് കൈക്കൊഴിവില്ല, ഏമ്പക്കമല്ലാത്തൊരു ശബ്ദവും അവരിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ വളരെ സുഖിച്ച് ജീവിക്കുകയാണ്. ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന അറിവ് പോലുമില്ലാതെ ചില മിശിഹമാർ ഗമണ്ഡൻ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്, പക്ഷെ നോ ആക്ഷൻ, യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമില്ല. ഇതിങ്ങനെ വൈകാരികമായി പറയേണ്ടി വരുന്നതിൽ വലിയ സങ്കടമുണ്ട്. പൊതുവെ ഇമോഷണലായിട്ട് ഒന്നും സംസാരിക്കാറില്ല നാം. എന്നിരുന്നാൽ പോലും ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെ എന്നുള്ളൊരു ചിന്തയും കൂടി ഉണ്ടാവുമല്ലോ. എന്തായാലും ലോകം ഇന്ന് നിശബ്ദമല്ല. മാത്രവുമല്ല, പലയിടത്തും കലാപ്രവർത്തകർ, പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾ, അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാർ, ചലച്ചിത്ര നിർമ്മാതാക്കളും അതോടൊപ്പം തന്നെ താരങ്ങളും ഒക്കെ വളരെ സജീവമായി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ താരങ്ങളുടെയോ പ്രതികരണമൊന്നും നമ്മൾ കാണുന്നില്ല. അത് നമ്മുടെ ഒരു ദൗർഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. എഴുത്തുകാർ പ്രതികരിക്കുന്നവർ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം ഒരു രാജ്യമുള്ളതായിട്ട് പോലും അവർക്ക് അറിവില്ല. അങ്ങനെ ഒരു പ്രശ്നം അവിടെ നടക്കുന്നതായിട്ട് അവർ കേട്ടിട്ട് പോലുമില്ല. അപ്പൊ ഇങ്ങനൊരു അവസ്ഥയിലും നമ്മുടെ തൊട്ടയൽപക്കത്തുള്ള സംസ്ഥാനത്തിലും മറ്റുമൊക്കെ അതിശക്തമായ ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് ശുഭോദർക്കമായ. നമുക്കൊരിക്കലും ഹ്യൂമാനിറ്റിയെ, മനുഷ്യത്വത്തെ അവിശ്വസിക്കാനുള്ള ഒരു ന്യായവുമില്ല.
അതിനുള്ള ഒരു കാരണവുമില്ല. മനുഷ്യ സമൂഹത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചേ പറ്റൂ. പടച്ചതമ്പുരാനിൽ വിശ്വാസം അർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ അത് കാണണം. ഈ ലോകത്ത് എല്ലാ മനുഷ്യരും ചീത്തയാവുക സാധ്യമല്ല. ഈ ലോകം മുഴുവൻ തിന്മയുടേതാവുകയും സാധ്യമല്ല. അപ്പൊ അതിന്റെ ലക്ഷണങ്ങളാണ്, അടയാളങ്ങളാണ് പലയിടത്തും പലതരത്തിലുള്ള പ്രതികരണങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെയും നീതിയുടെയും ശക്തികളെ വിജയിപ്പിക്കുകയും അവർക്ക് കൂടുതൽ കരുത്ത് നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ അതിജയത്തിന്റെ ക്രൂരതന്ത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതാണ്. ഒരുതരം മെഴ്സിലെസ് മാനിഫെസ്റ്റേഷൻ ഓഫ് സോഷ്യൽ ഡാർവിനിസം എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഒരു പീക്കാണ്. അതിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിലാണ് അവർ നിൽക്കുന്നത് എന്ന് കാണാം. അപ്പൊ ഈ സന്ദർഭത്തിൽ വിശ്വാസികൾ എന്ന നിലക്കുള്ള നമ്മുടെ ദൗത്യത്തെ സംബന്ധിച്ച് ചിന്തിക്കണം. ആ ഒരു ചിന്തയാണ് ഇവിടെ പറഞ്ഞല്ലോ. അതൊരു ഗ്ലോബൽ ഡെല്യൂഷനെ സൂചിപ്പിക്കുന്ന, അതിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ദർപ്പണമായിട്ട് ഇന്നത്തെ പ്രശ്നം മാറുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. നമ്മൾ നൂഹിന്റെ ആർക്കിനെ അന്വേഷിച്ച് നടക്കുകയും വേണം. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്കത് കിട്ടുക നമ്മൾ എത്രത്തോളം പരിവർത്തിതരാകുന്നു അനുസരിച്ചാണ് എന്നതും മറക്കാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നന്നാവണ്ടെന്ന് തീരുമാനിച്ച ജനവിഭാഗത്തെ പടച്ച തമ്പുരാൻ ഫോഴ്സ്ഫുള്ളി നന്നാക്കുകയില്ല. അതേസമയം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ജനതക്ക് പടച്ച തമ്പുരാൻ മാർഗം അങ്ങനെ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു പരിവർത്തനോദ്വേഗം. സത്യത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? ഇനി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രവും ഫിലോസഫിയും ഒക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ മനുഷ്യരെന്തുകൊണ്ടാണ് മതവിശ്വാസികളാവുന്നത്? മതം എന്നത് അങ്ങോട്ട് കട്ട് ചെയ്താലും വിശ്വാസികളാവുന്നത് എന്തുകൊണ്ടാണ്? റിലിജിയനെ സംബന്ധിച്ചുള്ള മാർക്സിസ്റ്റ് തിയറി ഉണ്ടല്ലോ, അതൊന്ന് പരിശോധിച്ചാൽ അതിൽ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട്. അതിലൊന്ന് ഭൗതിക സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് മതം എന്നാണ്. ഭൗതിക സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് മതം. അത് മാർക്സ് അദ്ദേഹത്തിന്റെ ഹെഗലിനോടുള്ള വിയോജിപ്പിനെ കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് ഹെഗൽസ് ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആമുഖത്തിൽ അതിലാണ് ഈ ഓപ്പിയം ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന പ്രയോഗമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ മാർക്സിന്റെ സഹയാത്രികനായ എംഗൽസ് യൂജൻ ഡ്യൂറിംഗ് എന്ന ചിന്തകനോടുള്ള വിമർശനം എഴുതിയപ്പോൾ ആന്റി ഡ്യൂറിംഗ് എന്ന പുസ്തകത്തിലും ഇപ്പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ ഒന്നിതാണ് ഭൗതിക സാഹചര്യങ്ങളുടെ സൃഷ്ടി. അതേസമയം ഭൗതിക സാഹചര്യങ്ങളെ ധാർമ്മികമായി പുനഃസൃഷ്ടിക്കുവാനുള്ള ആഹ്വാനമാണ് ഇസ്ലാം. ഭൗതിക സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണെന്ന് അവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനുള്ള വിശദീകരണവും നൽകുന്നുണ്ട്. അത് ആത്മാവില്ലാത്ത സാഹചര്യങ്ങളുടെ ആത്മാവാണ്. അതുപോലെ തന്നെ ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമാണ്. ഹാർട്ട് ഓഫ് ഹാർട്ട്ലെസ് വേൾഡ്, സോൾ ഓഫ് സോൾലെസ് സിറ്റുവേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓപ്പിയം ഓഫ് ദി മാസസ് എന്ന് പറയുന്നത്. അപ്പോഴങ്ങനെ ഒരു സംഗതിയാണ്. അതെന്തുകൊണ്ടുണ്ടാവുന്നു? അത് ക്ലേശങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ക്ലേശങ്ങൾ അനുവർത്തിക്കുമ്പോൾ ആളുകൾക്കുള്ള ഒരു ആശ്വാസം, അത്രമാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നിനെ ചേഞ്ച് ചെയ്യാനുള്ള കെൽപ്പ് അതിനില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ക്ലേശങ്ങളിൽ നിന്നുള്ള ഒരു അവലംബത്തെ അനിവാര്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇല്ലാതായാൽ ഇതങ്ങോട്ട് ഇല്ലാതാകുന്നതാണ്. മതം എന്ന ആശയത്തിന്റെ ആ ഒരു തിരോധാനം, ഇതേ സംബന്ധിച്ചുള്ള പ്രവചനമാണ് അവർ നടത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള മതങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, മതരൂപങ്ങൾ മിക്കതും സ്ഥാപനവൽകൃത രൂപത്തിൽ അങ്ങനെ ആയിത്തീർന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെന്ന് വന്നാൽ തന്നെയും ഇസ്ലാം ഭൗതിക സാഹചര്യങ്ങളെ ധാർമ്മികമായി പുനഃസൃഷ്ടിക്കുവാനുള്ള ആഹ്വാനമാണ്. അതിനെ പരിവർത്തിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആധ്യാത്മികമായ ബന്ധമാണ്. എന്നാൽ അതിലൊതുങ്ങൂലല്ലോ. മറുഭാഗത്ത് അത് സാമൂഹിക നീതിയാണ്, സാമ്പത്തിക സ്വാശ്രയത്വമാണ്, രാഷ്ട്രീയ ധാർമ്മികതയാണ്. ഈ മൂല്യങ്ങളെ ആധാരമാക്കുന്ന ഒരു നിയമവ്യവസ്ഥയുമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു കാലം വരും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ആ ഒരു കാലത്തിന്റെ അടയാളം എന്താണെന്ന് വെച്ചാൽ ഹത്താ യസീറ റാകിബു മിൻ സനാ ഇലാ ഹദറമൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹ്. സനായിൽ നിന്ന് ഹദറമൗത്തിലേക്ക് ഒരു മനുഷ്യന് അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ, ഒരു സയണിസ്റ്റിനെയും ഒരു ഹിന്ദുത്വവാദിയെയും അതുപോലെ ഒരു നാത്സിയെയും
ഒരു ഫാഷിസ്റ്റിനെയും ഭയപ്പെടാതെ സഞ്ചരിക്കാൻ സാധിക്കും എന്ന് പറയുന്നൊരവസ്ഥ. അങ്ങനെ ജീവിക്കാൻ തന്നെ പറ്റും. സനഅ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ യമന്റെ 2 സ്ഥലങ്ങൾ മാത്രമല്ല, മുമ്പ് പറഞ്ഞതാണ്. ഒരർത്ഥത്തിൽ സനഅ എന്ന് പറഞ്ഞാൽ തൊട്ടിലാണ്, മനുഷ്യന്റെ ശൈശവ ദശ. ഹദറമൗത്ത് എന്ന് പറഞ്ഞാൽ മൗത്ത് ഹദറാകുന്ന സ്ഥലം എന്ന് വെറുതെ സങ്കല്പിക്കുക. ജനിച്ചാൽ മരണം വരെ മനുഷ്യർ നിർഭയരായിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഒന്ന് സൃഷ്ടിക്കപ്പെടുന്നതാണ്. അതുപോലെ നിനക്ക് കാണാൻ സാധിക്കും അതിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹീറയിൽ നിന്നൊരു പെണ്ണ് ഒറ്റക്ക് പോയിട്ട് മക്കയിൽ ചെന്ന് കഅബ തവാഫ് ചെയ്തിട്ട് തിരിച്ചു വരുന്നത് നിനക്ക് കാണാൻ സാധിക്കും. അതിയ് ആകുലപ്പെട്ടത് മലമടക്കുകളിൽ പതിയിരിക്കുന്ന കൊള്ളക്കാരെന്ത് ചെയ്യുകയായിരിക്കുന്നതാണ്. ഇന്നാണെങ്കിൽ മറ്റൊരാകുലതക്ക് കൂടി ന്യായമുണ്ട്. പെൺവാണിഭ സംഘങ്ങൾ പതിയിരിക്കുന്നുണ്ടാവില്ലേ? വലിയ ലോകം മുഴുവൻ ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ സിസ്റ്റം പൂത്തൊലഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു ആശങ്ക കൂടി, മറ്റൊരാശങ്കക്ക് കൂടി പറയുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മഹറം കൂടെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഫിഖ്ഹി ചർച്ച ചെയ്യുന്ന ആളുകൾ അവരും തൽക്കാലം ഉണ്ടാവില്ല എന്ന് തന്നെ വെക്കുക. എന്നാലല്ലേ ഒരു പെണ്ണിന് പോകാൻ പറ്റുള്ളൂ. ഒരു പെണ്ണിന് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഇല്ലാതായാൽ മാത്രം പോരാ. ഇത്തരം ചർച്ചയിലേക്ക് ഇസ്ലാമിനെ റെഡ്യൂസ് ചെയ്യുന്ന വലിയ ആലിമീങ്ങളും അന്നില്ലാതാവും എന്ന് തന്നെയാണ് കാണേണ്ടത്. നമ്മൾ ചില സന്ദർഭങ്ങളിൽ ചിലത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അങ്ങനെ ഒരു കാഴ്ച നിനക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കിസ്റയുടെ കൊട്ടാരം ഇടിഞ്ഞു തകർന്ന് വീഴുന്നത്, മുഹമ്മദിന്റെ സൈന്യം അത് തകർക്കുന്നത്, എന്നിട്ട് അവിടെ ഖജനാവുകളിൽ കുന്നുകൂട്ടിയിരിക്കുന്ന സ്വത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് നിനക്ക് കാണാൻ പറ്റും. ഒരു കയ്യിൽ സ്വർണവും മറുകൈയിൽ വെള്ളിയുമായിട്ട് ഇത് വേണോ എന്ന് ചോദിച്ച് നടക്കുന്നവരുണ്ടാകും, വാങ്ങാൻ ആളുണ്ടാവില്ല. ഇങ്ങനെ ഒരു സിസ്റ്റമാണ് സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഇത് മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിന്റെ അനിവാര്യമായ ഭാഗമായിട്ട് പരിഗണിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാം എവിടെയാണ് നിൽക്കുന്നത്? ഇസ്ലാം ഒരിക്കലും ഭൗതികമായ നിഷേധാത്മക സാഹചര്യങ്ങളുടെ സൃഷ്ടിയല്ല, മറിച്ച് അതിനെ മാറ്റിപ്പണിയാനുള്ള ആഹ്വാനമാണ് എന്ന് കാണണം. മതം പലതരത്തിലുണ്ട്. ഇപ്പൊ ഫറോവയുടെ മതം, ഫറോവ തന്നെ ഇമ്പീരിയൽ കൾട്ട് എന്നാണ് പിൽക്കാലത്ത് ഈ മതത്തെക്കുറിച്ച് പഠിക്കുന്നവരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇമ്പീരിയൽ കൾട്ട് അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെയുള്ള റുബൂബിയത്ത് അധികാരമാണെങ്കിൽ പോലും ഫറോവയെ സംബന്ധിച്ചൊരു വിശ്വാസമുണ്ട്. ഫറോവ ജനിക്കുന്നത് റാ ദേവന്റെ ഒരു പുനർജന്മമായിട്ടാണെന്നാണ് അവരുടെ വിശ്വാസം. എന്നിട്ട് അധികാരമേറ്റു കഴിഞ്ഞാൽ, അഭിഷിക്തനായി കഴിഞ്ഞാൽ അയാൾ ജീവിക്കുന്നത് ഹോറസ് ദേവനായിക്കൊണ്ടാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒസീറിസ് ദേവനിൽ ലയിക്കുകയാണ്. എന്ന് പറയുമ്പോൾ 3 ദൈവങ്ങളുടെ ഒരു സംഗമമാണ് ഫറോവ എന്ന് പറയുമ്പോൾ ഇയാൾ എത്ര വലിയ ദൈവമായിരിക്കും എന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അതൊരു മതമാണ് എന്ന് കാണണം. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന മതങ്ങളുണ്ട്. ഈ ഒരു മതത്തിൽ നിന്നുകൊണ്ടാണ്, ഈ ഒരു മതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യാ ഖൗമി അലൈസലി മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി എന്നയാൾ അവകാശപ്പെടുന്നത്. എന്റെ ജനമേ, ഈ മിസ്ർ എന്ന് പറഞ്ഞാൽ എന്റേതല്ലേ, ഞാനല്ലേ അതിന്റെ അധികാരി. ഈ നദികൾ ഒഴുകുന്നത് എന്റെ കാൽ കീഴിലൂടെയല്ലേ. നദികളാണല്ലോ അവിടെ ഒരു വലിയ നാഗരികത സൃഷ്ടിച്ചത്, പ്രത്യേകിച്ച് നൈൽ നദി, പിന്നെ അതിന്റെ പോഷക നദികളും. ഈ നദികളെല്ലാം ഒഴുകുന്നത് എന്റെ കാൽ കീഴിലല്ലേ. അപ്പൊ ഞാനല്ലേ ഉടമസ്ഥൻ. പിന്നെ എവിടെ നിന്നാണ് മറ്റൊരു ഉടമസ്ഥനെ സംബന്ധിച്ച്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉടമസ്ഥനാണെന്ന് മാത്രം അംഗീകരിച്ചാൽ പോരാ. അതാണ് കുഴപ്പം. അള്ളാഹു ഉടമസ്ഥനാണെന്ന് മാത്രം അംഗീകരിച്ചാൽ പോരാ, അല്ലല്ലാത്ത വേറൊരു ഉടമസ്ഥൻ ഇല്ലാന്നും കൂടി പറയണം. അല്ലല്ലാത്ത വേറൊരു ഉടമസ്ഥൻ നിങ്ങളുടെ ജീവിതത്തിന് മേലില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ ലോകത്തിന് മേലുമില്ല എന്ന് സ്ഥാപിച്ചുറപ്പിച്ചെങ്കിൽ മാത്രമേ അത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മതമാവുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ആ ഏറ്റുമുട്ടൽ നടക്കുന്നത് എന്ന് കാണണം. അങ്ങനെയാണ് ഫറോവയുടെ അധികാരത്തെയും നാഗരികതയെയും തന്നെ തകർത്തതായിട്ട് നമ്മൾ വായിക്കുന്നത്. അവരുണ്ടാക്കി വെച്ചതിനെയും അവർ വികസിപ്പിച്ചതിനെയും ഒക്കെ പടച്ച തമ്പുരാൻ അങ്ങോട്ട് മുക്കിക്കളഞ്ഞു. ഇത് പല കാര്യത്തിലും. അക്കാലത്ത് ഇസ്രായേൽ സമൂഹത്തിൽ പ്രമാണിമാരും കരുത്തരും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഇസ്രായേലിനെ അടിച്ചമർത്തുകയും അടിമകളാക്കപ്പെടുകയും ചെയ്യുമ്പോൾ തന്നെയും അവരിൽപ്പെട്ട കരുത്തർ, അക്കൂട്ടത്തിൽ ഒരാളാണ് ഖാറൂൻ. അയാൾ അതിസമ്പന്നനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതിസമ്പന്നനാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ടോ അയാൾ ഫറോവയുടെ കൂടെയാണ്. അയാളുടെ രാഷ്ട്രീയ നിലപാടുകൾ അതായിരുന്നു. പീഡിപ്പിക്കപ്പെടുന്ന ഇസ്രായേൽ സമൂഹത്തിനെതിരാണ്. പീഡിപ്പിക്കുന്ന ഇസ്രായേൽ സമൂഹത്തിന് ചിലപ്പോൾ ചോദിച്ചു കളയും. അങ്ങനെയൊക്കെ കുറെ ആളുകളുണ്ട്. ഈ ഫ്രീ തിങ്കേഴ്സ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില ആളുകളുണ്ട്.
ഗമണ്ടൻ ചോദ്യങ്ങളുമായിട്ട് വരും. ഈ അടുത്ത് കണ്ടിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഖുർആനിൽ ഇസ്രായേൽ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. അതുകൊണ്ട് ഇസ്രായേലേ ഉള്ളൂ, ഫലസ്തീൻ ഇല്ല. ഖുർആനിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ സംബന്ധിച്ചാണ്, അല്ലാതെ ഒരു രാഷ്ട്രത്തെ കുറിച്ചല്ല. ഇതാർക്കാ അറിഞ്ഞൂടാത്തത്? ഇനി മാത്രവുമല്ല, അവർ നേരത്തെ മുന്നോട്ട് വെക്കുന്ന വാദം എന്താണെന്ന് വെച്ചാൽ, ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യം ഇല്ല, എന്നാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യമുണ്ട്. ആര് പറഞ്ഞു? 1948 മുമ്പ് ഒരു മാപ്പിലും ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യമില്ല. 1948 മുമ്പ് ഇല്ലാത്തൊരു സാധനമാണ്. ഇപ്പോഴ് അനുകൂലിക്കുന്നവർ പോലും 2 നേഷൻ തിയറിയിലാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ്വിരാഷ്ട്ര സംവിധാനം, ആ ഒരു സിദ്ധാന്തം, അത് തൽക്കാലം സമാധാനത്തിന് വേണ്ടി അംഗീകരിച്ചാലും അതുപോലും നീതിപൂർവകമല്ല. ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേതായിരിക്കുന്നത് പോലെ, ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടേതായിരിക്കുന്നത് പോലെ ഫലസ്തീൻ അറബികളുടേത് മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മഹാനാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. അതങ്ങനെ തന്നെയാണ്, അതാണ് കറക്റ്റ്. പക്ഷേ നിവൃത്തികോട് കൊണ്ട് ചിലപ്പോൾ ആളുകൾ 2 നേഷൻ തിയറി മുന്നോട്ട് വെക്കുകയും ചിലപ്പോൾ അവർ തന്നെ അത് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തേക്കാം. അത് വേറെ വിഷയം. എന്നിട്ട് പറയുന്നത് എന്താ? ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യമേ ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ഇതുപോലെ ചിലപ്പോൾ താല്പര്യങ്ങളുടെ പേരിൽ കാറൂൻ പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ ഒരു വംശമില്ലല്ലോ, ഈജിപ്തല്ലേ ഉള്ളത്. ഈജിപ്തിന്റെ അധികാരം ആർക്കാണ്? എന്നാൽ ഈജിപ്തിന്റെ ഏതെങ്കിലും പ്രദേശം ആർക്കെങ്കിലും പടച്ചതമ്പുരാൻ പതിച്ചു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ലോകത്തെല്ലായിടത്തും വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങളാണ് ഉള്ളത്. അവരെല്ലാം ചേർന്ന് ജീവിക്കാനാണ് ആവശ്യപ്പെടുന്നതും. അതല്ലാതെ നമ്മുടേതാണ് എന്ന അവകാശവാദത്തിന്, അതിനെയാണ് നമ്മൾ കൊളോണിയലിസം എന്ന് പറയുക. ഒന്ന് മണ്ണിന്റെ മക്കൾ വാദമാണ്, കിബിത്തികൾ ഉന്നയിച്ചത് അതാണ്, മണ്ണിന്റെ മക്കൾ വാദം. അതേസമയം ഇസ്രായേൽ ഇന്ന് നടപ്പിലാക്കുന്നത് സെറ്റിലർ കൊളോണിയലിസമാണ്. കുടിയേറിയിട്ട് അവരെ പുറത്താക്കുക, ഒരു പ്രദേശത്തേക്ക് കുടിയേറിയിട്ട് അവിടെ ഉള്ളവരെ പുറത്താക്കുക എന്ന് പറയുന്ന ഇതൊക്കെയും അന്യായമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അന്യായത്തിനെതിരായിട്ട് ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ കാറൂന് തടസ്സം നിന്നത് അയാളുടെ സമ്പത്താണ്. സമ്പത്തിനെ സൂക്ഷിച്ചോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങളിൽ ദാരിദ്ര്യം വരുന്നതിനെ കുറിച്ച് എനിക്ക് പേടിയില്ല കേട്ടാ. നിങ്ങൾ ദരിദ്രരാകുന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു പേടിയില്ല. ഫലസ്തീനികളെക്കാളും ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരില്ലല്ലോ ദുനിയാവില്. എന്നിട്ട് അവരെന്താ, അവരുടെ ആത്മാഭിമാനം അവര് പണയം വെച്ചിട്ടില്ലല്ലോ. മരിക്കാനാണെങ്കിൽ മരിക്കാൻ തയ്യാറാണ്. പക്ഷെ തൂക്കുമായിട്ട് വരുമ്പോ ചിലപ്പോൾ ഓടുകയൊക്കെ ചെയ്യും. അതിന്റെ ചിത്രം കണ്ടിട്ട് കൂട്ടപ്പലായനം, അവരോടി രക്ഷപ്പെടുന്നു എന്നൊന്നും ചിന്തിക്കണ്ട. അതിനപ്പുറം അവർ ശക്തമായി നിലകൊള്ളുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നിങ്ങളിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതിനെ സംബന്ധിച്ച് എനിക്ക് പേടിയുണ്ട്. ഈ പേടിയാണല്ലോ മുസ്ലിം ലോകത്ത് ഇപ്പൊ സംഭവിക്കുന്നത്. ആ പേടിയുടെ സാക്ഷാത്കാരമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്നും കാണാൻ സാധിക്കും. നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ ആ പേടി നിങ്ങളെ വഴിതെറ്റിച്ച് കളയുന്നതാണ്. അതാണ് കാറൂനെയും വഴിതെറ്റിച്ചത്. എന്നിട്ട് കാറൂനെ സംബന്ധിച്ച് പറയുമ്പോൾ, പടച്ചതമ്പുരാൻ ഫിറഔനിനെ മാത്രമല്ല അയാൾ ഉണ്ടാക്കിക്കൊണ്ടെന്നതിനെയും മുക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ തന്നെ കാറൂനെ സംബന്ധിച്ച് പറയുന്നത് ഫഹസഫ്നാ ബിഹി വബിദാരിഹിൽ അർള് എന്നാണ് പറയുന്നത്. അയാളെ ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു. അയാളെ മാത്രമല്ല, അയാൾ ഉണ്ടാക്കിയ കൊട്ടാരത്തെയും. കൊട്ടാരം വേണ്ട അവിടെ. ആ കൊട്ടാരമാണ് അയാളെ വഴിതെറ്റിച്ചത്. ആ കൊട്ടാരത്തിലെ സമൃദ്ധിയും സുഖസൗകര്യങ്ങളുമാണ് അയാളെ ഒരു ഭീരുവാക്കി മാറ്റിയത്. അതുകൊണ്ട് അയാളെ മാത്രമല്ല താഴ്ത്തിയത്, ആ കൊട്ടാരത്തെ അടക്കം താഴ്ത്തി കളഞ്ഞു എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. ഇതൊക്കെ അടയാളങ്ങളാണ്. എന്താണ് നമ്മളെ ഭീരുക്കളാക്കുന്നത് എന്നതിനുള്ള ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഇസ്രായേലിനെ വഴിതെറ്റിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുള്ള വേറൊരു വിദ്വാനാണ് ഇസ്രായേൽ സമൂഹത്തിൽ തന്നെയുള്ള സാമിരി വിശ്വാസപരമായിട്ട് വഴിതെറ്റിക്കാനും അങ്ങനെ അവരെ ഒരുതരം ആത്മീയോന്മാദത്തിൽ അകപ്പെടുത്തിയിട്ട് അവരുടെ രാഷ്ട്രീയ സാമൂഹ്യ ദൗത്യത്തിൽ നിന്ന് ആ സമൂഹത്തെ പിന്തിരിപ്പിക്കാനും ഒരു ശ്രമം നടത്തി. അവസാനം അയാൾക്ക് എന്താണ് സംഭവിച്ചത്? അയാളെക്കുറിച്ച് പറയുമ്പോഴും മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞത് പടച്ചതമ്പുരാൻ പറയുന്നതാണ്, നിന്റെ ഈ സാധനം ഉണ്ടല്ലോ, നീ ഉണ്ടാക്കിയിട്ടുള്ള ഈ പശുക്കുട്ടി, അതിനങ്ങോട്ട് കത്തിച്ച് കളയുന്നു മാത്രമല്ല അതിനെ കടലൊഴുക്കി കളയുന്നതാണ്. ആ സാധനം തന്നെ ഇല്ലാതാക്കും. ചില സാധനങ്ങൾ തന്നെ ഇല്ലാതാവണം, ചില കേന്ദ്രങ്ങൾ ഇല്ലാതാവണം, ചില സങ്കല്പങ്ങൾ ഇല്ലാതാവണം. എങ്കിൽ മാത്രമേ സത്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ സാമരിയുടെ മതം എന്ന് പറയുന്നത് ഭൗതിക സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ്. അത് ചൂഷണത്തിന്റെ പ്രത്യയശാസ്ത്ര ഉപരിഘടനയുമാണ്. ചൂഷണത്തിന്റെ അല്ലെങ്കിൽ ഏകാധിപത്യത്തിന്റെ ഒരു ഐഡിയോളജിക്കൽ സൂപ്പർ സ്ട്രക്ചറാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ചൂഷക വ്യവസ്ഥകളെ താങ്ങി നിർത്തുന്ന മതം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. സാമരിയുടെ ഈ സാധനം പൊടിയാക്കി ധൂളിയാക്കി കടലിലേക്ക് ഒഴുകിക്കളയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതില്ലാതാവും തന്നെയാണ്. അവിടെ മാർക്സ് പറഞ്ഞത് ശരിയാ. ആ മതം ഇല്ലാതാവും, അതിൽ യാതൊരു സംശയവുമില്ല. ആ വ്യവസ്ഥകളോടൊപ്പം തന്നെ
അവരേതിനെയാണോ താങ്ങി നിർത്തിയിരുന്നത് ആ സിസ്റ്റത്തോടൊപ്പം അതും ഇല്ലാതാകും. എന്നാൽ വിമോചനത്തിന്റെ ദർശനമായിട്ട് ഇസ്ലാം ഇവിടെ അവശേഷിക്കും എന്ന് ഖുർആൻ പറയുമ്പോൾ നമ്മളും ചിന്തിക്കണം അത് ഏത് ഇസ്ലാമിനെ കുറിച്ചാണെന്ന്. നമ്മൾ കൊണ്ട് നടക്കുന്ന ഇസ്ലാമിനെ കുറിച്ച് തന്നെയാണോ, അല്ല വേറെ ഏതോ ഇസ്ലാമിനെ കുറിച്ചാണോ പടച്ച തമ്പുരാൻ പറയുന്നത് എന്നതിനെ കുറിച്ച് ആലോചിക്കണം. മാർക്സും എംഗൽസും ഒക്കെ പറയുന്ന വേറൊരു കാര്യം, ആദ്യകാലത്ത് പ്രകൃതി ശക്തികളും പിന്നീട് സാമൂഹിക ശക്തികളും ഒക്കെ ദൈവങ്ങളായി മാറി. അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ, ആ ഒരുപാട് ദൈവങ്ങളിൽ നിന്ന് പിന്നീട് മനുഷ്യൻ പുരോഗമിക്കുന്നതിനനുസരിച്ച് എവല്യൂഷൻ സംഭവിക്കുന്നു. ഒരുപാട് ദൈവങ്ങളുടെ ഗുണങ്ങൾ ഒരൊറ്റ ദൈവത്തിലേക്ക് ആരോപിക്കുന്നു. അങ്ങനെ ദൈവങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അവസാനം ഏകദൈവ വിശ്വാസം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ ആന്റി ഡ്യൂറിങ്ങിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു സാധനങ്ങളിലൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെയുമല്ല, അതിനപ്പുറം ഒരേ ഒരു ദൈവം, ആ ദൈവത്തിന്റെ മാത്രം, ആ ദൈവത്തിന് മുമ്പിൽ മാത്രം അർപ്പിക്കപ്പെടുന്ന കീഴ്വണക്കം എന്ന ഒരു രീതിയിലാണ് ഇസ്ലാം അതിന്റെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. എന്തായിരുന്നാലും ഇത്തരത്തിൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിയാനുള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടാവണം. അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഇന്ന് നടക്കാൻ പോകുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മളിപ്പോ കാണുന്ന ആ ഒരു വലിയൊരു ഗ്ലോബൽ ഡെല്യൂഷനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇവിടെ ഇതിനെ അതിജീവിക്കുവാൻ വേണ്ടി മനുഷ്യരെ പ്രാപ്തരാക്കുന്ന ആർക്ക് ഇപ്പോൾ നാം പറയുന്നു അത് നമ്മളായിട്ട് സൃഷ്ടിക്കണം. നമ്മളത് അന്വേഷിക്കുക എന്ന് മാത്രമല്ല, നമ്മളായിട്ട് അത് ഉണ്ടാക്കിയെടുക്കുകയും വേണം. ലോകത്തിന്റെ വിമോചനം അത് അതിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ലോകത്തിന്റെ രക്ഷ, ലോകത്ത് മനുഷ്യത്വം നിലനിൽക്കണം, ലോകത്ത് നീതി നിലനിൽക്കണം. ഇതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.